മക്കളെ കാലസ് കിച്ചണിൽ എനിക്ക് ഒരു കഷ്ണം വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വരിക്കച്ചക്ക കൊണ്ട് നമുക്ക് തെരളി കൊഴുക്കട്ട ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചക്കയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തിന് കുരുവുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് മിക്സിയിലോട്ട് ഒന്ന് അടിച്ചെടുക്കണം. മക്കളെ, ചക്ക തെരളി കൊഴുക്കട്ടയ്ക്ക് വേണ്ടി ഞാൻ കുരുവെല്ലാം നല്ല വൃത്തിയായി മാറ്റി നല്ല അതിൻ്റെ പുറത്തിരുന്ന് ചകിണിയൊക്കെ എടുത്ത് മാറ്റി നല്ല ക്ലീൻ ചെയ്ത് മിക്സിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 25 ചുള അടുപ്പിച്ചുണ്ട്. ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നല്ല മഷി പോലെ, തരി പാടില്ല. എന്നാലേ നമുക്കിത് മാവ് കൊണ്ട് കുഴയ്ക്കുമ്പോൾ നല്ലതായിട്ട് കിട്ടും. അതുകൊണ്ട് നല്ല പേസ്റ്റായിട്ട് എടുക്കണം. ഇതേപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തരിയൊന്നുമില്ല. ഞാൻ ഇവിടെ 2 ഗ്ലാസ് പച്ചരി മാവ് എടുത്തിട്ടുണ്ട്. ഇത് പുട്ടിന് ഞാൻ പൊടിച്ച് പരുവത്തിനാണ് ഞാൻ പൊടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വറുത്തിട്ടുള്ളത്. പുട്ട് പൊടിക്ക് നമ്മൾ വറുക്കും പോലെയും അതേപോലെ തന്നെ തരിയും ഉണ്ടാവണം. തെരളിക്ക് തരി ഉണ്ടാവണം. ഒരു 4 ഏലക്ക ചതച്ചിട്ടിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഒരു നുള്ള ഉപ്പ്, മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ അടിച്ചു വെച്ചേക്കുന്ന ചക്ക ഇതിലോട്ട് ചേർക്കാം. അത് ഒരു മുറി തേങ്ങ ഞാനിത് തിരുവിയത് ഇട്ടിട്ട് കൊടുക്കുകയാണ് ഇതിന്. ഞാൻ ഈ തെരളി കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് ചക്കയിലും കരിപ്പട്ടിയിലാണ്. ഇത് ഞാൻ വ്യത്യാസമായിട്ട് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ചക്ക നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ 100 ഗ്രാം കരിപ്പട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ല പാവ് കാച്ചി വെച്ചിട്ടുണ്ട്. നല്ല തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തെരളി ഇലയും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ചക്കയോ കരിപ്പട്ടിയോ കൊണ്ടല്ല ചെയ്തത്. സാധാരണ ശർക്കരയും അരിപ്പൊടിയും തേങ്ങയും വെച്ച് ഉണ്ടാക്കിയതാണ് ആ തെരളി. അപ്പോൾ അത് നിങ്ങൾ കളസ് കിച്ചണിൽ പോയി നോക്കണം. പിന്നെ ഏത്തമ്പഴത്തിലും ഞാൻ ഇലയപ്പം ചെയ്തിട്ടിട്ടുണ്ട്. ചെറുപയറും കരിപ്പട്ടിയിലും ഞാൻ ഇലയപ്പം ചെയ്തിട്ടിട്ടുണ്ട്. അതൊക്കെ പോയി നിങ്ങൾ കളസ് കിച്ചണിൽ പോയി നോക്കണം. ഈ കരിപ്പട്ടി നമുക്കൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർക്കാം. ഇതൊരു വ്യത്യാസമായിട്ടുള്ള തെരളി കൊഴുക്കട്ടയാണ്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ശർക്കരയിൽ എപ്പോഴും ചെയ്ത് കഴിക്കണമല്ല. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഇതേപോലെ കരിപ്പട്ടിയിൽ ചെയ്ത് നോക്കി. നമുക്കൊന്ന് കൈ കൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമുക്കിനി ഇതിൽ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. നെയ്യ് വേണ്ടാത്തൊരു നെയ്യ് ഒഴിവാക്കാം. നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട്, ഒരു സ്പൂണ് നെയ്യും കൂടെ. ഇനി ഒരു 15 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം കുറച്ചൊന്ന് ഇറുകി വരും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഇത്തിരി ലൂസായിരിക്കണം, അത് ഉണ്ടാവും. നമുക്കൊന്ന് ഒരു 15 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ ഇത് കറക്റ്റ് ആവും. അടച്ചു വയ്ക്കും. ഇത് വയണ ഇലയാണ്. ഇത് വയണ ഇലയെന്നും പറയും, തെരളി ഇലയെന്നും പറയും. അപ്പോൾ ഇത് നമുക്കൊന്ന് കോട്ടിയെടുക്കാം. അപ്പോൾ ഇത് കോട്ടിയെടുക്കുമ്പോൾ നമുക്കിതിൽ കുറച്ച് ഇട കിടക്കണം, എന്നാലേ മാവ് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് കണക്കാക്കി നമ്മൾ എടുക്കണം. ഇതേപോലെ കുറച്ചൊരിട കിടക്കണം. എന്നിട്ട് ഈക്കിൽ കൊണ്ട് പച്ച ഈക്കിലാണ് നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ പച്ച ഈക്കിലില്ല, അതുകൊണ്ട് ഞാൻ ഉണക്ക ഓലയര ഈക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതേപോലെ ഇടയിട്ട് നമുക്ക് നന്നായിട്ട് ഇതേപോലെ കൊട്ടിയെടുക്കാം. നമ്മളെ മാവൊക്കെ കുഴച്ച് വെച്ച് 1/4 മണിക്കൂർ കഴിഞ്ഞ് ഇലയും ഒന്ന് കൊട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് മാവിനെ വയ്ക്കാം.
എപ്പോഴും നമ്മൾ ശർക്കരയിൽ ഉണ്ടാക്കിയാണ് നമ്മളെപ്പോഴും ഇത് തിരളി അവിക്കുന്നത്. ഇതൊന്ന് കരിപ്പട്ടിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കി മക്കളെ, ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. എല്ലാം ഇലയിലകത്ത് മാവെല്ലാം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി കുട്ടകത്തിലോട്ട് ആക്കി ഒന്ന് വേവിച്ചെടുക്കാം. ഇഡ്ഡലി കുട്ടകത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് വെട്ടി തിളക്കിയിട്ട് അതിന് ശേഷം നമുക്ക് കൊഴുക്കട്ട ഇതിലോട്ട് വെച്ച് കൊടുക്കാം. വെള്ളം നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി കുട്ടകത്തിൻ്റെ അടിയിലുള്ള തട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കണ ഓരോ കൊഴുക്കട്ടയും എടുത്ത് വെച്ച് കൊടുക്കാം. തിരളി കൊഴുക്കട്ടയെന്നും പറയാം, തിരളി അപ്പമെന്നും പറയാം. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടപ്പൊന്ന് അടച്ചു കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് ഇതൊന്ന് വെന്ത് കിട്ടിയിട്ട് കൂട്ടി വയ്ക്കാം. നമുക്ക് വെന്താന്ന് നോക്കാം. നല്ല വെന്തിട്ടുണ്ട്. ഇലയൊക്കെ നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട്. നല്ല വെന്താൽ തന്നെ ഈ കളറൊക്കെ ഇങ്ങനെ ആവും. ഇലയുടെ കളറൊക്കെ പച്ച കളറായിരുന്നത് വേവുമ്പോഴാണ് ഈ കളറിലോട്ട് ആവുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്തിട്ട് നോക്കാം. നമുക്കിതെങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതിലൊരു കൊഴുക്കട്ട എടുത്ത് നല്ല പഞ്ഞി പോലെയുള്ള കൊഴുക്കട്ടയാണ്. തിരളി കൊഴുക്കട്ട നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല രുചിയുള്ള ഒരു കൊഴുക്കട്ടയാണ് ഇത്. അപ്പം നിങ്ങളെ വീട്ടിലും ഇതേപോലെ വ്യത്യാസമായിട്ട് ചെയ്ത് നോക്കി മക്കളെ. കളേഴ്സ് കിച്ചന് ലൈക്കും സബ്സ്ക്രൈബറൊക്കെ ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. ഇനിയൊരു വീഡിയോ ആയിട്ട് വരും. ബൈ മക്കളെ.